ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു കുട്ടി മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അടിച്ചിരുന്നു. ക്യാരറ്റും പിന്നെ പഞ്ചസാരയും ഏലക്കായും മിൽക്ക് മെയ്ഡും പാലൊക്കെ ചേർന്നിട്ട്. അപ്പോൾ അത് ഇന്നലെ ഒരു ഇത്തിരി ബാലൻസ് വന്നിട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിക്കത്തെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വലുത് തന്നെ. അപ്പോൾ അതൊന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ കഴമ്പൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പേരൊക്കെ തന്നെയാണ് കേട്ടോ. ഇക്കാനോട് ഷിബിലിമാനോടും അത് എടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവർക്കൊന്നും വേണ്ടിട്ടോ. അപ്പോൾ ഞാനിതുകൊണ്ട് ഒരു പണി കിട്ടിയതാണേ. അപ്പോൾ വീഡിയോ കാണുന്നവരെയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. പിന്നെ കൂടെ നിങ്ങളുടെ സപ്പോർട്ടും വേണം കേട്ടോ. നോമ്പായതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും വേണ്ട കേട്ടോ. മസാല അടിച്ച് കഴിഞ്ഞാൽ ഇവർ തിന്നൂട്ടാ. പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് കാട്ടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തിന്നൂട്ടാ. നോമ്പായപ്പോട്ടെ നമ്മളെ വീട്ടിൽ കൂടുതൽ പേരൊക്കെ ഇത് വരാൻ നല്ലോണം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാകത്തിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരോട് എടുക്കാനും പറയും കേട്ടോ. രണ്ടാമതെടുത്ത പേരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് ഉള്ളിൽക്കൊന്നും ഇല്ല കേട്ടോ ആ ഡോട്ടുകൾ. അങ്ങനത്തെ പേരക്കൻ്റെ ഉള്ളിലത്തെ കഴമ്പൊക്കെ എടുത്ത് റെഡിയാക്കി പിന്നെ അതെ ഒന്നും നോക്കില്ല കേട്ടോ. നമ്മൾ പേരക്ക ബൗളൊന്ന് മൊഞ്ചാക്കി അതിനായിട്ട് ഇതാ എടുത്തുട്ടാ 2-3 ഏലക്കായ കൊണ്ട് എടുത്തു. അതിന് ശേഷം ഇത് കുറച്ച് പഞ്ചസാരയും കൂടി കൊണ്ട് ഇട്ട് കൊടുത്തു. ഇന്നലെ പിന്നെ ക്യാരറ്റ് ജ്യൂസിൽ ഐസ്ക്രീം ആട്ടോ ഉപയോഗിച്ചത്. ഇന്ന് പിന്നെ ഐസ്ക്രീം ഇല്ല, അപ്പോൾ പഞ്ചസാരയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് നല്ല പശുവിൻ്റെ പാലാണ് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ മിക്സിയിൽ നല്ലോണം അതാണ്ട് അരച്ചെടുത്തുട്ടോ. പിന്നെ നല്ലോണം ഒന്ന് അരിച്ചെടുത്തോട്ടെ. പേരക്ക ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുരുകൾ അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് മാത്രം ഒന്ന് എടുത്തോട്ട് അരിച്ചിട്ട്. വെള്ളം ഉപയോഗിച്ചിട്ടില്ലല്ലോ, പാല് മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ തിക്കുണ്ട് കേട്ടോ ജ്യൂസിന്. ഞാൻ ഈ ജ്യൂസ് അടിക്കുന്നത് രാത്രി 10:30 നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉറങ്ങാണേ. അവർ നേരം വെളുത്ത് എണീക്കുമ്പോഴേക്കും അവർക്കൊരു സർപ്രൈസും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുട്ടോ ഞാൻ. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. നമ്മളെ ജ്യൂസ് പേരക്ക ബൗളിലേക്ക് കംപ്ലീറ്റ്ലി ഒന്ന് ഫില്ലാക്കിയാണ്ട് കൊടുത്തു കേട്ടോ. എൻ്റെ പൊന്നെ അടിച്ചപ്പോഴേ എന്താ അതിൻ്റെ സ്മെല്ലെന്ന് വെച്ചിട്ടോ. സ്മെല്ല് മാത്രമല്ല കേട്ടോ, കളറും തന്നെ മാറിയത് കണ്ടില്ല നിങ്ങൾ. പേരക്ക ജ്യൂസ് ബൗൾക്ക് ആക്കുമ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലെന്ന് തോന്നിട്ടോ. പക്ഷെ അതേതായാലും ഫില്ലാക്കണ്ടേ, അപ്പോൾ പിന്നെ ടേസ്റ്റ് നോക്കിയതും ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ചിന്തിച്ചു കേട്ടോ, പേരക്ക ബൗൾസ് 2 ഉള്ളേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4 പേരും ഇല്ല, അപ്പോൾ അവിടെ തല്ലാവും എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, 2 ഗ്ലാസ് എടുത്തിട്ട് അതിലാണ് ഫില്ലാക്കിയിട്ട് ജ്യൂസ്. പിന്നെ അതെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ പുലർച്ചയ്ക്ക് എണീറ്റതാട്ടോ അത്താൻ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു സർപ്രൈസ് ഇട്ടുണ്ട്, ഫ്രിഡ്ജിൽ നോക്കാൻ പറഞ്ഞു കേട്ടോ. ചെറിയ കുട്ടിപ്പട്ടാളത്തിനാണെന്നുണ്ടെങ്കിൽ ഇന്ന് നോമ്പില്ല കേട്ടോ. കുട്ടിപ്പട്ടാളം വെളിച്ചം കണ്ടപ്പോൾ എണീറ്റാട്ടോ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ സ്ഥലമൊന്നും ഉണ്ടാവില്ല, മച്ചി ഇപ്പോൾ തന്നാടിന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനൊന്നും നോക്കില്ല കേട്ടോ, ഞാനും അവരെ കൂടെ ഇരുന്നു. ഇക്കാക്ക് പിന്നെ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ പേരൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി വരേക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.